പഠിച്ചതൊക്കെ ഒന്നുകൂടി നോക്കണം. വേണ്ട, അതിന് ലക്ഷ്യമൊന്നുമില്ല. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അതങ്ങ് എഴുതി വെച്ചാൽ സമാധാനം കിട്ടും എനിക്ക്. കുറച്ച് നേരത്തെ ഇറങ്ങി നിന്ന് പോയല്ലോ. ഇനി എല്ലാവരും വരണ്ടേ? അതുവരെ ഇവിടെ പോസ്റ്റാണല്ലോ. ഈ പാറു എന്താ തന്നെ സംസാരിക്കുന്നേ? എന്താ പറ്റി? എന്തേ, എക്സാമിൻ്റെ ആണോ? ടെൻഷനാണോ? അമ്മേ, ടെൻഷനാ? ഈ പാറുവിന് എന്ത് ടെൻഷൻ? ഞാൻ ചുമ്മാ ഓരോ കൊച്ചു വർത്താനം തന്നെ എന്നോടൊന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അവരെന്നാണ് വരാനും ഇത്ര ലേറ്റ് ആവണേന്നൊക്കെ ആലോചിക്കായിരുന്നു. അതാണോ? ഞാൻ ഓർത്ത് എൻ്റെ കൊച്ചു കൈ വിട്ടു പോയോന്ന്. അമ്മേ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞല്ലേ, അതിന് ഇങ്ങനെ വിഷമിക്കണം? അമ്മയ്ക്കറിയാവുന്നല്ലേ എനിക്ക് പൈസയാണ്. രാവിലെ തന്നെ എൻ്റെ മൂട് കളയാൻ എന്തിനാ അമ്മേ? ഞാൻ ഇതൊക്കെ പഠിച്ചൊക്കെ മറന്നു പോയാലോ? അത് ശരി, പഠിക്കണേങ്ങ മറക്കാൻ വേണ്ടിയിട്ടാണോ ഡി? ഒത്തില്ലല്ലേ? ഇല്ല, ഒത്തില്ല. ആട്ടെ, ബാഗൊന്നും വേണ്ടേ? സ്കൂളിലോട്ട് തന്നെയല്ലേ? അമ്മേ, അത് പിന്നെ എക്സാം ഹാളിൽ പേന മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, വേറെ ഒന്നും കയറ്റാൻ പാടില്ല. അതുകൊണ്ട് ബാഗ് ഒന്നും വേണ്ടമ്മേ. ഞാൻ പേന എടുത്ത് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും അതെ, ബാഗ് എടുക്കുന്നില്ല. അത്രയും കനം ഒഴിവാക്കാമല്ലോ. അപ്പോൾ വെള്ളം കുടിയൊക്കെയോ? ആ സ്കൂളിൽ നിന്ന് കിട്ടും അമ്മേ. നല്ല തണുത്ത ഐസ് വെള്ളം കിട്ടും. അത് ശരി, തൊണ്ടവേനയും പിടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ അമ്മേ. ചൂടുകാലല്ലേ അമ്മേ, തണുത്ത വെള്ളമൊക്കെ കുടിക്കാം ഇപ്പൊ കേട്ടോ. തർക്കുത്തരത്തിന് ഒരു കുറവുമില്ലല്ലോ. ഇതാ കറക്റ്റ് ഉത്തരാമേ, കറക്റ്റ് ഉത്തരം. പരീക്ഷയ്ക്കെല്ലാം കറക്റ്റ് ഉത്തരം തന്നെ എഴുതണം. അമ്മേ, ചേച്ചി നടക്കുക. അവള് രാവിലെ 5 മണിക്ക് എണീറ്റ് കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. നിന്നെ പോലെയല്ല. അതിൻ്റെയൊക്കെ പേപ്പറിൽ കണ്ടാൽ മതി. ഉടനെ 3 10 കേട്ടല്ലോ. നമ്മളൊന്നും പറയുന്നില്ലേ അമ്മേ. പിന്നെ ഞാൻ നാളെ ലേറ്റ് ആയിട്ടേ വരുള്ളൂ കേട്ടോ. നാളെ എൻ്റെ എക്സാം എല്ലാം കഴിയുവാണല്ലോ. അപ്പോൾ എനിക്ക് കൂട്ടുകാരുടെ കൂടെ പോയി സിപ്പവും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് ഞാൻ പയ്യെ നടന്നേ വരുള്ളൂ. ചേച്ചിയുടെ എക്സാം കഴിഞ്ഞ സമയമുണ്ടല്ലോ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇവിടെ വന്നാൽ എന്നെ ബോറടിപ്പിച്ച് കൊല്ലും അമ്മേ. ശരി, എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. എനിക്ക് അടുക്കളയിൽ കുറേ പരിപാടിയുണ്ട്. നീ പോകാറായില്ലേ വെച്ചേ? അവരിനി എത്ര അമ്മേ? കുറേ നേരമായല്ലോ. കുറച്ചുകൂടി നോക്കിയിട്ട് അത് വന്നില്ലെങ്കിൽ സമയം കളയാണ്ട് പൊക്കോട്ടോ. ശരി അമ്മേ, നല്ലോണം പരീക്ഷ എഴുതണം കേട്ടോ. മിടുക്കത്തിയായിട്ട് വരണം. ഓക്കെ അമ്മേ. അമ്മ പോയി. കുറച്ചുകൂടി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു. ഇനിയിപ്പ ബോറടിയാണല്ലോ. എത്തി അപ്പോഴേക്കും. ഇങ്ങനെ എത്തണ്ടേ? പരീക്ഷയല്ലേ? ആലക്ഷണമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാനെല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. നീയോ? ഞാൻ ഇന്നലെ ഒരു ഇരിപ്പങ്ങ് ഇരുന്നിട്ട് വെളുപ്പിന് അങ്ങ് എണീറ്റ അത്രക്ക് അങ്ങ് പഠിച്ചു. അത്ഭുതമാണല്ലോടാ. പിന്നെയല്ല, ഇത്തവണ എൻ്റെ മാർക്ക് കാണുമ്പോൾ ടീച്ചേഴ്സ് ഒന്ന് ഞെട്ടണം. അതെൻ്റെ ഒരു വാശിയടി. ചേച്ചി നമ്മുടെ ക്ലാസ്സിലായോണ്ടായിരിക്കല്ലേ? അതൊന്നും അല്ലടി. കുറെ നാളായി ആലോചിക്കുന്നു എന്തേലൊക്കെ പഠിച്ചൊക്കെ എഴുതണം. നോക്കാമാ. എടാ, അവരൊക്കെ എന്തി? അത് പറയാൻ മറന്നുപോയി. അവര് രാവിലെ മിസ് വിളിച്ച് അവരുടെ എക്സാം ഹാളിൽ എന്തോ മാറ്റമൊക്കെ ഉണ്ടെന്ന്. നമുക്കില്ല കേട്ടോ. അതുകൊണ്ട് അവര് നേരത്തെ പോയി. എന്നോട് പറഞ്ഞ് നിന്നെ വിളിച്ചോണ്ട് വരാം. എന്നാ വാടാ, നമുക്ക് പോവാം. കമോൺ. എടാ ഇതിലെ ഇങ്ങോട്ട് വാടി. നിന്റെ വീടിന്റെ പുറകെ കൂടെ പോവാം. ഇതിൽ കൂടെ പോയാലേ അപ്പുറത്തെ അമ്പലത്തിലും കൂടി കയറിയിട്ട് വേണം പോവാൻ. എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഫുൾ ഭക്തിമാർഗമാണല്ലോ. എന്തായാലും കയറിയിട്ട് പോവാം. എക്സാമൊക്കെയല്ലേ. അങ്ങനെ നടന്ന് തളർന്നു. നമുക്കൊരു ഓട്ടോ പിടിച്ച് വന്നാൽ മതിയായിരുന്നു. നീ എന്താ നല്ലോണം പ്രേ ചെയ്യുന്നുണ്ടല്ലോ. 1 രൂപ കിട്ടോ? പഠിച്ചതൊന്നും മറന്നുപോയേ. പഠിച്ചൊക്കെ വന്നേ എന്നാ പറഞ്ഞ 1 രൂപയ്ക്ക് കിട്ടും. നീയോ? ഞാനും അതൊക്കെ തന്നെയാ. അപ്പൊ നീ ശരിക്കും എല്ലാം പഠിച്ചോ? ഈ വാസം എന്തിനാ നുണ പറയണേ? എന്നാ നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കിയാലോ? അതിനിപ്പോ എന്താ, നീ എന്ത് ചോദ്യം വേണമെങ്കിലും എന്നോട് ചോദിക്കും. ഞാൻ ഇപ്പൊ പറയും. 22 + 3 എത്രയാ? 22 + 3യോ? നീ എന്താടി കണക്ക് പറയാണോ? പരീക്ഷിച്ചതാവല്ലേ? ഇതെല്ലാം വെച്ച് ഞാൻ ചോദിക്കാം. എന്താണ് അറിയില്ലല്ലേ? ഇതാ പറഞ്ഞ നീയൊന്നും പഠിച്ചിട്ടില്ലെന്ന്. ഞാൻ എല്ലാം പഠിച്ചു. വാട്ടറോ? അതെ, മണ്ടി ഓക്സിജൻ എന്താ? ഓക്സിജനോ? എന്താ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ.
മാത്സിന്റെ എക്സാമാ. ഒന്ന് പോയേടി, ആളെ പഠിപ്പിക്കേ. മാത്സ് ഒന്നുമല്ല, സയൻസ് ആയിരുന്നു, സയൻസ്. അതുപോലും അറിയാണ്ടാണോ നീ വന്നത്? എടാ സത്യമായിട്ട് ഇന്ന് മാത്സിന്റെ എക്സാമാ. പറ്റിക്കണോ കൊള്ളാം, ഓർമ്മ വെച്ചതാണല്ലോ. എടാ നീ എന്ത് പറയുന്നേ? ഇന്ന് മാത്സാണ്, മാത്സാണ്, മാത്സാണ്. അല്ലല്ലല്ലല്ലല്ല, അതേടാ. അയ്യോ എക്സാം തുടങ്ങാറായി, ഞാൻ പോവാ, നീ വേണമെങ്കിൽ വാ. അയ്യോ പാവം, നീ പറഞ്ഞിട്ടൊന്ന് വിശ്വസിക്കാതെ. എന്തേലും കാണിക്കട്ടെ. ഹായ് ചേച്ചി, ഏത് ക്ലാസ്സിലാ? ഞാൻ 8ലാ മോനെ. ചേച്ചി അറിയാന്നൊക്കെ പറഞ്ഞേ. ഇന്ന് ഏതാ എക്സാം? സയൻസാ. ഓ സയൻസ് ആയിരുന്നോ? അത് ഞാൻ പറഞ്ഞു തരാം. മാത്സ് ആണെങ്കിൽ എനിക്ക് അറിയത്തോടിയില്ല. ഞാൻ രക്ഷമായിട്ട്. വാസു വാസു വാസു, നീ എന്നെ വിളിക്കണ്ട. നീ എന്നെ രാവിലെ പേടിപ്പിച്ച്. നീ ഇങ്ങോട്ടൊന്നും മിണ്ടേ വേണ്ട. എടാ ഇന്ന് സയൻസ് അല്ലടാ, മാത്സ് തന്നെയാ. പാടി പാടി. എല്ലാവർക്കും ഒരു ബെസ്റ്റ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം വായിച്ചിട്ട് പയ്യെ എഴുതി തുടങ്ങിക്കോട്ടോ. അധികം സമയം കളയാനില്ല കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കണേനും ഒന്ന് പഠിച്ചു കളയാം. പഠിച്ചാൽ മാത്രമേ വരാവളേ, പഠിച്ചാൽ മാത്രമേ വരാവളേ. ആവോ എല്ലാം അറിയാം. പെട്ടെന്ന് എഴുതി വെക്കാം, എന്നിട്ട് വേഗം പോവാം. അയ്യോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ മറന്നുപോയല്ലോ. കയ്യിൻ്റെ വില മറന്നുപോയല്ലോ. എന്തായിരുന്നു? മോനെ മോനെ, നിനക്ക് ഈ പയ്യന്റെ വില അറിയോ? പിന്നെ ഈ ഭാഷ അറിയാണ്ടിരിക്കോ? ഒരു പശു ഒക്കെ ആകുമ്പോ ഇപ്പൊ വിപണിയിൽ 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും. പയ്യാകുമ്പോ അതിന്റെ പകുതി കൊടുത്താൽ മതിയല്ലോ. ഒരു 50,000 പിടിച്ചോ. മോൻ പരീക്ഷ എഴുതിക്കോ, അത് നല്ലത്. ഓക്കെ ചേച്ചി, ഞാൻ വായിക്കാം കേട്ടാ. എന്താ അവിടെ ഒരു സംസാരം? പക്ഷേ ക്വസ്റ്റ്യൻ ഒക്കെ ഉറക്കെ വായിച്ചു നോക്കിയതാ. ശരി. 22 + 3. കുറച്ച് അഡീഷണൽ ഷീറ്റ് എടുത്തിട്ട് വരാം. നിങ്ങൾ എഴുതിക്കോ, കോപ്പി അടിക്കല്ലേ? ഇല്ല മിസ്. എനിക്കിതൊന്നും അറിയില്ലടി. എടാ ഇങ്ങനെ കിടന്ന് പോകാതെ, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ നിന്നോട്. ചതിച്ചടി എന്നെ. ഞാനില്ല, പോട്ടെ പോട്ടെ. ഞാൻ തോറ്റു പോകും. ഓ ഇവനെ കൊണ്ട്. എടാ നിന്റെ പേപ്പർ ഞാൻ വേഗം എഴുതിത്തരാം. നിനക്കപ്പം എല്ലാം അറിയാമായിരുന്നു. അറിയാമെന്നൊക്കെ എഴുതിത്തരാം. വേണ്ട ഞാൻ വിശ്വസിച്ചു പോയല്ലോ. എടാ മിസ് വന്നതിന് മുമ്പ് താ, ഞാൻ വേഗം എഴുതിത്തരാന്ന്.